നമസ്കാരം, ഡൽഹിയിലാണുള്ളത്. ഞങ്ങൾ ഇന്ന് ഉത്തർപ്രദേശിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായ നോയിഡ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇവിടെ ഡൽഹിയിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ പോകാനുണ്ട് നോയിഡയിലേക്ക് നമ്മൾ പോകുന്നത് മെട്രോയിലാണ്. ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ 16-ാം നമ്പർ പ്ലാറ്റ്ഫോം ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. നേരെ ഇനിയിപ്പം മെട്രോ സ്റ്റേഷനിൽ പോയി മെട്രോ കയറി നോയിഡയിലോട്ട് പോവാം. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുകയാണ്. മില്ലേനിയം സിറ്റി സെൻറ്റർ ഭാഗത്തേക്ക് പോകുന്ന മെട്രോയിലാണ് കയറേണ്ടത്. ഇവിടുന്ന് മെട്രോ കയറി രാജീവ് ചൗക്കിൽ ഇറങ്ങണം. അവിടെ നിന്ന് ഇൻ്റർചേഞ്ച് ഉണ്ട്. ഇതാ നമുക്ക് പോകാനുള്ള മെട്രോ വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. രാജീവ് ചൗക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് ടുവേർഡ്സ് നോയിഡ ഇലക്ട്രോണിക് സിറ്റി 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. അതായത് ഇവിടുന്ന് ആദ്യം പോയിട്ട് ഇൻ്റർചേഞ്ച് ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്റ്റേഷനിൽ. ഇവിടെ മെട്രോ വന്നു. ഇനിയിപ്പോൾ ഇതിന് തന്നെ കയറി ഡയറക്റ്റ് പോവാം. ന്യൂഡൽഹിയിൽ നിന്ന് അങ്ങനെ മെട്രോ കയറി ഓക്ല ബേർഡ് സാങ്ച്വറി മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഒരാൾക്ക് ഇവിടത്തേക്ക് മെട്രോന് വന്ന ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. രണ്ടുപേർക്കും കൂടെ 60 രൂപയായി. അതുപോലെ തന്നെ നമ്മൾ രാജീവ് ചോക്കിൽ നിന്ന് ഇന്റർചേഞ്ച് ചെയ്താണ് നേരത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടുന്ന് ഇന്റർചേഞ്ച് ചെയ്തു. നല്ല തിരക്കായിരുന്നു അവിടുന്ന്. അങ്ങനെ നമ്മൾ ഓക്ല ബേർഡ് സാങ്ച്വറി എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇവിടുന്ന് വലിയൊരു കെട്ടിടം കാണാൻ കഴിയും. നല്ല വലിയ ഹൈറ്റുള്ള ഒരു നിർമ്മിതി തന്നെയാണിത്. എടുത്ത് പറയേണ്ട കാര്യം ഇത് തന്നെയാണ് ഡൽഹി NCRലത്തെ ഏറ്റവും ഉയരമേറിയ കെട്ടിടം, സൂപ്പർനോവ. ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് അതിന് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നമുക്ക് ആ താഴ്ഭാഗത്തേക്കൊക്കെ ഇറങ്ങണം. നമ്മളിപ്പോൾ ഉള്ളത് UPയിലാണ് കേട്ടോ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ഒരു സൂപ്പർനോവ. അതുപോലെ തന്നെ നോയിഡയിലെ ഏറ്റവും വലിയ നിർമ്മിതിയാണിത്. ഇതിന് 80 നിലകളാണുള്ളത്. 2025 ഇതിന്റെ പണികളൊക്കെ പൂർത്തിയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ഇതിന്റെ ഉടമ വരുന്നത് സൂപ്പർ ടെക് ആണ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ഈ ഒരു കെട്ടിടത്തിലേക്കുള്ള ഒരു ഫ്ലൈ ഓവർ ആണ്. അത് ഇതും പൂർത്തിയാകുമ്പം ഇത് റെഡിയാവും. കാരണം അവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും മെട്രോ കയറി അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. മെട്രോയിൽ പോകുമ്പോൾ തന്നെ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ അങ്ങ് ദൂരത്തായിട്ടുള്ളത് കാണാം. താഴെ കൂടെ റോഡൊക്കെ പോകുന്നുണ്ട്. നോയിഡ സിറ്റി സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടത്തോടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് കയറാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആ ഭാഗത്തെല്ലാം കൂടുതലും പുതുതായി കെട്ടി വരുന്നതേ ഉള്ളൂ. പിന്നെ അങ്ങ് അതിലൂടെയാണ് റോഡൊക്കെ കടന്നു പോകുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചെറിയ രീതിയിലുള്ളൊരു ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു പ്രതിമ നേരെ ഉള്ളത് ഈ ഒരു റോഡിന് സമാന്തരമായിട്ടാണ്. 3 വരി പാത ഇവിടെയും അതിൻ്റെ തൊട്ടപ്പുറത്ത് 3 വരി, 6 വരി പാതയാണ് ഈ ഒരു ഭാഗത്ത് മാത്രം. അതിലൂടെ വേറൊരു റോഡ് പോകുന്നുണ്ട്. ഈ ഭാഗത്തിന് ടോട്ടലി 3 റോഡായിട്ടും കടന്നു പോകുന്നുണ്ട്. എല്ലാം ഒന്നിനോടൊന്ന് മികച്ചതെന്ന് തന്നെ പറയാം. ഇതുവഴി നേരെ അകത്തോട്ട് പ്രവേശിക്കാം. ലോജിക്സ് സിറ്റി സെൻറ്റർ. ഇപ്പോൾ ഇവിടെ തന്നെ PVR ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ PVR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഷോപ്പുകൾ, ഒരു വലിയൊരു മാള്. സിറ്റി സെൻറ്ററിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ പുറത്ത് ഒരുപാട് കടകളുണ്ട്. ഹലുവ വെക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് തുണിക്കടകൾ ഇഷ്ടം പോലെ. ഇവിടെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കേണ്ട ഒരു ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. നേരെ മുൻഭാഗത്തേക്കും അങ്ങനെ തന്നെയാണുള്ളത്. ഇവിടുത്തെ വൃത്തിയാണ് എടുത്ത് പറയേണ്ടത്. അടിപൊളിയാണ്. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് അതിൻ്റെ അകത്ത് പോകാതെ പുറത്തുനിന്ന് തന്നെ ചെയ്തിട്ട് പോവാം. കാരണം അത്രയും സാധനങ്ങൾ ഇവിടെയും ഉണ്ട്. സെയിൽ 200 രൂപക്കൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ അകത്തോട്ട് തന്നെ കയറാം. കാരണം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയാണ്. ഞങ്ങളിതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതൊരു അടിപൊളി സംഭവം തന്നെയാണല്ലോ. സെറ്റപ്പ്. നമുക്ക് 3rd ഫ്ലോർ വരെ പോകാം കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ അകത്തും ഉണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ.
അപ്പോൾ ഇവിടെ നിന്നാണ് കയറി വന്നത്. ഇവിടെ ലുലു മാള് പോലെ തന്നെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ അവിടത്തോട്ട് കയറി വരികയാണ്. ഇവിടെയാണ് സിനിമാസ് ഉള്ളത്. ഇവിടെയൊക്കെ ഓരോരോ ആക്ടിവിറ്റീസാണ് ഉള്ളത്. ടൈം സോൺ, പിന്നെ മുകളിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. KFC ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. മാളിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇതാ മുകളിലൂടെ മെട്രോ പോവുകയാണ്. ഇനി അടുത്തത് പോകുന്നത് നോയിഡയിലത്തെ ഇലക്ട്രോണിക് സിറ്റിയിലേക്കാണ്. മെട്രോ കയറി പോവാം. ഇവിടെ പുറത്ത് തന്നെ മെട്രോ സ്റ്റേഷനിൽ ഇവിടെ തന്നെ ഒരുപാട്, അയ്യോ എൻ്റെ അമ്മ ഹോണടിയാണ് സഹിക്കാൻ പറ്റാത്തത്. പാനിപൂരി അതൊക്കെ കിട്ടുന്ന കടകളൊക്കെ നമുക്കിവിടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നോയൻഡ്രയാണ്. ഇതിലൂടെ കയറാൻ പറ്റില്ല, ഇതിൻ്റെ മറ്റേ സൈഡിലൂടെ വേണം കയറാൻ. മെട്രോയിലേക്ക് കയറുന്നതിന് മുന്നായി തന്നെ ഞങ്ങളിവിടെ റോഡിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു സൈൻ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നോയിഡ സ്റ്റേഡിയമൊക്കെ ഉണ്ട്. അതിവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്കാണ്. പിന്നെ ഗ്രേറ്റർ നോയിഡ അത് നേരെയാണ്. ഗ്രീൻ നോയിഡ, ക്ലീൻ നോയിഡ. അതുപോലെ തന്നെ നോയിഡ തന്നെ ഒരുപാട് സെക്ടറുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ നോയിഡ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് 12, 22, 25, 32 ഭാഗങ്ങളൊക്കെ അങ്ങോട്ടേക്കാണ്. ഗ്രേറ്റർ നോയിഡൻ്റെ ഭാഗത്തേക്കാണ് സെക്ടർ 34, 51, 53, 71 ഒക്കെ എല്ലാം വരുന്നത്. അതായത് ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ. ഇവിടുന്ന് ഇലക്ട്രോണിക് സിറ്റി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്, രണ്ടുപേർക്കും കൂടെ 40. അതുപോലെ തന്നെ ഒരു 5 സ്റ്റേഷൻസ് കഴിയാനുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി നേരെ പോയാൽ മതി, ഇൻ്റർചേഞ്ചുകളൊന്നും തന്നെ ഇല്ല. ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. താഴെലൂടെ തന്നെ ആ നേരത്തെ കണ്ട റോഡ് പോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങ് ദൂരത്തായി ഒരുപാട് കെട്ടിടങ്ങൾ കാണാം. അങ്ങ് ദൂരത്തുണ്ടതാ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഞങ്ങൾക്ക് എത്തണമെന്നുണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന ആ ഭാഗം തന്നെയാണോ അതെന്ന് അറിയില്ലല്ലോ. അമ്പരച്ചുംബികൾ. അതുപോലെ ഇതിൻ്റെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. അങ്ങ് അവിടെ ഇത് എത്രയാ കെട്ടിടങ്ങളാന്ന് നോക്കി. ഇത് വേറൊരു മെട്രോ സ്റ്റേഷനാണ്. നോയിഡേൻ്റെ നല്ലൊരു കാഴ്ച മെട്രോയിൽ പോകുമ്പോൾ തന്നെ കാണും കേട്ടോ. ഇലക്ട്രോണിക് സിറ്റിയുടെ ഭാഗത്തെത്താനായി. ആ സമയത്ത് കാണുന്ന കാഴ്ചകളാണ് ഇത്. ഇവിടുത്തെ വലിയൊരു ബിൽഡിംഗ് ഇതാണെന്ന് തോന്നുന്നു. ഇലക്ട്രോണിക് സിറ്റി മെട്രോ സ്റ്റേഷൻ. ഇത് UP ആണോ? നിങ്ങൾ പറയുന്ന ഈ UP ഇങ്ങനെയാണോ? എൻ്റെ പൊന്നോ, അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ. ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായാലും ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്തും ഉണ്ട്. ഇവിടുന്ന് കാണുന്ന ആ റോഡിൻ്റെ വ്യൂ കണ്ടതാ, അവിടെ മുഴുവനും കെട്ടിടങ്ങളാണ്. എന്താ അടിപൊളി റോഡുകളല്ലേ. അതുപോലെ തന്നെ ഈ റോഡ് അണ്ടർഗ്രൗണ്ട് ആണ്. കണ്ടതാ, താഴിലൂടെയാണ് അത് വരുന്നത്. നിങ്ങൾ തന്നെ പറ കണ്ടിട്ട്. ഇവിടെ ഈ ഒരു വലിയ ബിൽഡിംഗ് മാത്രമല്ല, അതിനോട് ചേർന്ന് തന്നെ മറ്റൊരുപാട് കെട്ടിടങ്ങൾ തന്നെ ഉണ്ട്. സൂര്യൻ അസ്തമിക്കാനുള്ള ഒരു മട്ടിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആവാനായി. അതാണ് ഒരു മെട്രോ കടന്നു വരികയാണ്. നല്ല ഭംഗിയല്ലേ അത് വരുന്നത് കാണാൻ.
ശരിക്കും ഡൽഹി മെട്രോ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എത്ര റൂട്ടുകളിലേക്ക് ഇതുണ്ട്, ഏതൊക്കെ ഭാഗങ്ങളിൽ ഇത് എത്തുന്നുണ്ട്, അതല്ലേ. ഇനി ഇവിടുന്ന് സെക്ടർ 62 ഞങ്ങൾ നടന്നു പോവുകയാണ്. 1 കിലോമീറ്ററിന് മുകളിൽ ദൂരമുണ്ട്. നല്ല വഴിയാണല്ലോ, നടന്നിട്ട് തന്നെ പോവാം. നമ്മൾ നടക്കുന്നതിന് സമാന്തരമായിട്ട് തന്നെ റോഡും കൂടി ഉണ്ട്. എനിക്കൊന്ന് ലൈറ്റ് വെഹിക്കിളിൽ പോകാൻ വേണ്ടിയിട്ടും അങ്ങനെ പ്രത്യേക വഴികളുണ്ട്. അത് തന്നെയാണിത്. കാരണം ഹെവി വണ്ടികളൊക്കെ ഈ റോഡ് വഴി കടന്നു പോകണം. ഇതിലൂടെ എനിക്ക് തോന്നുന്നു 2 വീലേഴ്സും കാറും മാത്രമാണെന്ന് തോന്നുന്നു. UP SRTC ആണിത്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലുള്ള ബാറ്ററി വണ്ടികളും അവൈലബിൾ ആണ്. ഇത് DL രജിസ്ട്രേഷൻ, ഡൽഹിയുടെ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ. ഡൽഹി വണ്ടി, ഇത് ഡൽഹി വണ്ടിയാണ്. ഇവിടെ ട്രാക്ടറൊക്കെ, മുകളിലൂടെ മെട്രോ, താഴേക്കൂടെ റോഡ്. ഞങ്ങൾ ഇതിലൂടെ നടന്നു പോകുന്നു. നോയിഡ എന്ന് പറഞ്ഞത് നമ്മുടെ ഡൽഹിയുടെ ഒരു സാറ്റലൈറ്റ് സിറ്റി കൂടിയാണ്. അതുപോലെ തന്നെ നോയിഡ ഇപ്പം ഡൽഹി NCR ആണോ അതോ UP ആണോ എന്ന് പലർക്കും സംശയമുണ്ട്. NCR എന്ന് പറഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, അതിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ ഭാഗത്ത് തന്നെ ഈ നോയിഡ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിയാനയിലെ ഗുരുഗ്രാം, നമ്മൾ അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും വരുന്നത് NCRന്റെ ഭാഗമാണ്. ഹരിയാനയിലത്തെ ഫരീദാബാദും വരുന്നത് അതിന്റെ ഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ ദേശീയ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞ നോയിഡ തന്നെ ഉത്തർപ്രദേശിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം തന്നെയാണ്. ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗർ ജില്ലയിലാണ് ഈ നോയിഡ സ്ഥിതി ചെയ്യുന്നത്. ഈ നോയിഡ ജില്ലേൻ്റെ ആസ്ഥാനമൊക്കെ വരുന്നത് ഈ ഭാഗത്തല്ല, ഗ്രേറ്റർ നോയിഡ. ഏകദേശം ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ പോകാനുണ്ട്. നോയിഡേൻ്റെ മറ്റൊരു എന്താ പറയുക ഡെവലപ്മെൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഗ്രേറ്റർ നോയിഡ. അവിടെ ഇതിനെക്കാട്ട് ഒരുപാട് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ വരുന്നത് അവിടെയാണ്. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക ഉത്തർപ്രദേശിൻ്റെ ഏറ്റവും മികച്ച നഗരത്തിൻ്റെ ആ ഒരു കണക്കുണ്ടല്ലോ, 2015 നമ്മുടെ നോയിഡേനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു മെട്രോ കടന്നു പോവുകയാണ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ മെട്രോ പോകും കേട്ടോ. പിന്നിപ്പോൾ ഇതുവഴി തന്നെയാണ് നമുക്ക് നടന്നു പോകാനുള്ളത്. ഇതുവഴിയൊക്കെ നടക്കുമ്പം നല്ല വൃത്തിയാണ്, എല്ലാ ഭാഗത്തും നല്ല ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത്. പക്ഷേ ഉത്തർപ്രദേശിൻ്റെ ഗ്രാമപ്രദേശങ്ങളുടെ കാര്യം നമ്മൾ എടുത്ത് പറയണമല്ലോ. കാരണം നമ്മൾ സിറ്റി മാത്രം പറയുമ്പം കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകാത്തതെന്ന്. ആദ്യം തന്നെ ഒന്ന് പറയാം, ഞങ്ങൾ ഗ്രാമപ്രദേശമല്ല ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, ഇതിൻ്റെ നഗരഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൻ്റെയൊക്കെ ഗ്രാമപ്രദേശത്തിൻ്റെ ഭാഗങ്ങൾ വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞതാണ്. അത് നമ്മൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. പലതവണ ഞങ്ങൾ സ്കൂട്ടറിൽ റൈഡ് ചെയ്യുമ്പോൾ തന്നെ അത് നേരിട്ട് കണ്ടതല്ലേ അല്ലേ. ഒന്നാമെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം വളരെയധികം കുറവാണ്. പിന്നെ അതുപോലെ ദാരിദ്ര്യം, ഇതൊക്കെ നമുക്ക് ആ ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഏതൊരു ഞാനായാലും മനു ആയാലും വരുന്ന ആളുകൾ കൂടുതൽ നഗരത്തിനല്ലേ ആശ്രയിക്കുന്നത്. അപ്പം നമുക്ക് നഗരമല്ലേ കാണിക്കേണ്ടതുള്ളൂ. വൈകുന്നേരം 6 മണി ആയ സ്ഥിതിക്ക് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങൾ നല്ലത് ഏത് കണ്ടാൽ നല്ലതിനെ നല്ലത് തന്നെ പറയും. അതേത് ആയാലും അങ്ങനെ തന്നെയാണ്. ഉത്തർപ്രദേശും മാറട്ടെ, ഗ്രാമങ്ങളും മാറട്ടെ, അതുപോലെ തന്നെ സിറ്റികളും മാറട്ടെ. ഇലക്ട്രോണിക് സിറ്റിൻ്റെ അവിടുന്ന് 1 കിലോമീറ്ററിന് മുകളിൽ നടന്നിട്ട് ഇപ്പോൾ സെക്ടർ 62 നോയിഡ മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ പോകുന്നത് സെക്ടർ 142 ഇവിടുന്ന് മെട്രോ കയറി തന്നെ പോകണം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ നടന്നു വന്ന വഴി ഇതാണ്. സെക്ടർ 52 മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഇറങ്ങി. വന്ന മെട്രോ ഇതാ ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ്. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ കണ്ട, അമ്പരച്ചുംബികൾ തൊട്ട് മുന്നിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 300 മീറ്റർ ആദ്യം ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നിട്ട് പോകണം. അവിടെ നിന്നാണ് ഇനിയിപ്പം അടുത്ത മെട്രോ ഉള്ളത്. നേരത്തെ നമ്മൾ കയറിയ സെക്ടർ 62 അവിടുന്ന് ഡയറക്റ്റ് സെക്ടർ 142 ടിക്കറ്റ് കിട്ടൂല. സെക്ടർ 52 വരണം. അവിടുന്ന് സെക്ടർ 51 പോകണം. അവിടെ നിന്നാണ് 142 ടിക്കറ്റ് കിട്ടുക. അതായത് ആക്വാ ലൈൻ നേരെ തന്നെയാണ് സ്റ്റേഷൻ വരുന്നത്. അവിടുന്ന് ഒരു 300 മീറ്റർ നടക്കാനുണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ ബാറ്ററി വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ പണി നടക്കുന്നുണ്ട്, അതാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്. കുഴപ്പമില്ല, എത്തി. മെട്രോ സ്റ്റേഷൻ അത് അങ്ങ് അവിടെയാണ്. സെക്ടർ 51 ഇതാണ് മെട്രോ സ്റ്റേഷൻ.
സെക്ടർ 51 നിന്ന് സെക്ടർ 142ലേക്ക് ഡൽഹി മെട്രോ അല്ല, നോയിഡ മെട്രോ റെയിലാണ്. ഡൽഹി മെട്രോനെ അപേക്ഷിച്ച് നോയിഡ മെട്രോ റെയിലിന് ചാർജ് വളരെയധികം കുറവാണ്. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആയത് 20 രൂപയാണ്. മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് ഞങ്ങൾ 350 മീറ്റർ നടന്നിട്ട് ഈ വലിയൊരു കെട്ടിടം കാണാൻ വേണ്ടി വന്നതാണ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമില്ലേ കാണാൻ. ഇതിൻ്റെ പേരാണ് അഡ്വാൻറ്റ് നാവിസ് ബിസിനസ് പാർക്ക്. ഇനി ഇവിടെ തന്നെ സാംസങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതാ അഡ്വാൻറ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ചെറിയൊരിത്. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ രസം. പകൽ കാണാൻ വേറെ തന്നെ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തും ഒരുപാട് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം സമയം 7 മണി ആയതേല്ലോ. 7 മണിക്കാണ് ഇത്രയൊരു വ്യൂ. നേരത്തെ ഇരുട്ട് വന്നു കേട്ടോ. ഇവിടത്തേക്ക് കയറി വരുമ്പോഴാണ് ഇതാ ഇവിടെ വാട്ടർ ഷോ ഒക്കെ ഉണ്ട്. സംഭവം സെറ്റാണല്ലോ. നോയിഡ വേറെ ലെവൽ തന്നെ കേട്ടാ. പൊളി. ഇതാണ് ആ ഒരു ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടാ. പിന്നെ ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾ ഇൻ വൺ ആണ് ഇവിടെ. ഞങ്ങൾ ഇതും കണ്ട് തന്നെ കുറേ നേരം ഇവിടെ നിൽക്കുക. പല ഡിസൈനിങ് ആണ് കേട്ടോ. ഇപ്പം ഇതുവഴി ഒരു മെട്രോ കടന്നു പോയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇതൊക്കെ കണ്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചു പോകാം. ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ടും പോയാലും മതി. മെട്രോ സ്റ്റേഷൻ ഉള്ളത് തൊട്ടങ്ങ് അവിടെ തന്നെയാണ്. ചെറിയൊരു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറി. ഇവിടെയും അടിപൊളി കാഴ്ചകളാണ്. ഇത് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണേ. ഇനിയിപ്പം ഇതിൻ്റെ അകത്തെ അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാം ഫുഡ് കോർട്ട് തന്നെയാണ്. ഇതും ചെറിയൊരു ഫുഡ് കോർട്ടാണ്. ഇതിൻ്റെ അകത്ത് തന്നെ SBI ഒക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് നോയിഡ. എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഒരു വിദേശ രാജ്യത്തെത്തിയൊരു പ്രതീതി. നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണോ ഇതൊക്കെ? നിങ്ങളിത് കാണുക. എന്താല്ലേ? എവിടെ നോക്കിയാലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കാണുന്ന 360 വ്യൂ ഇങ്ങനെയാണ്. വന്നിരിക്കാൻ പറ്റുന്ന ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അടുത്തത് ഇവിടെയും ചെറിയ രീതിയിലുള്ള ഒരു വാട്ടർ ഷോ. ഇതാ തുടങ്ങി. ഇത് സംഭവം വേറെ ലെവല് കേട്ടാ. അടിപൊളി. എന്തായാലും പല നിറങ്ങളിൽ മാറി മാറി വരും. ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി. കൂടുതലും റെസ്റ്റോറൻറ്റുകൾ തന്നെയാണ്. KFC, മെക്ഡോണൽസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും നവീനും ഒരു KFC പോയാൽ എന്താണ് മര്യാദക്ക് ഓർഡർ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഞങ്ങൾ ഗുഡ്ഗാവ് പോയ സമയത്ത് അതിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഓർഡർ ചെയ്തത്. KFC അങ്ങനെ കഴിച്ച ശീലമൊന്നുമില്ല. ഞങ്ങൾ ആകെ ഒരു തവണയാണ് KFC കഴിച്ചത്. അത് ഗുഡ്ഗാവ് എന്നാണ് കഴിച്ചത്. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടി വരുന്നത്. ഇവിടെ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അതിന് അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു വെള്ളത്തിൻ്റെ പെർഫോമൻസും. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് പോവാം. ദ പഞ്ചാബ് ക്ലബ്ബ് റെസ്റ്റോറൻ്റാണ്. മുകൾ ഭാഗത്തോ അതെ. ഇവിടെ വേണമെങ്കിൽ പോവാം. പിന്നെ താഴത്തെ ഇതൊക്കെ കണ്ടതാ. നടക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ എല്ലായിടത്തും നല്ല വൃത്തിയാണ്. ഇത് നേരത്തെ നമ്മൾ പുറത്ത് കണ്ട ആ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്. ATM ഒക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ വന്നിരിക്കാം കേട്ടോ. നോയിഡയുടെ ഈ ഒരു ആഡംബര കാഴ്ചകളിൽ നിന്നെല്ലാം ഞങ്ങൾ ഇനിയിപ്പം ഇറങ്ങുവാണ്. നേരെ മെട്രോ സ്റ്റേഷനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്.
മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് തന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് വൈൻ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മെട്രോ സ്റ്റേഷൻ ഇവിടെയാണ്, തൊട്ടടുത്ത് തന്നെ, ഇവിടെ തന്നെ. നോയിഡയുടെ രാത്രി കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾ കയറി വന്ന ആ ഒരു കെട്ടിടം ഇതാണ്. നോയിഡയുടെ കാഴ്ചകൾ, അതിൽ പകൽ കാഴ്ചകളും ഉണ്ട്, രാത്രി കാഴ്ചകളും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നോയിഡ എന്ന് പറയുന്നത് ന്യൂ ഓക്കില ഇൻഡസ്ട്രിയൽ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഈ പറയുന്ന ഒരു നഗരം നിയന്ത്രിക്കുന്നത് തന്നെ. നോയിഡയുടെ ഭരണപരമായ തലസ്ഥാനം വരുന്നത് ഗ്രേറ്റർ നോയിഡ ആണ്. ഈ നോയിഡയും ഗ്രേറ്റർ നോയിഡയും രണ്ടും രണ്ടാണ് കേട്ടോ. ഒരു 10-15-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റർ നോയിഡ എത്താം. നോയിഡ മെട്രോനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പല സെക്ടറായിട്ട് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ആയാലും അങ്ങനത്തെ ഒരുപാട് ബിൽഡിങ്ങുകൾ, കോർപ്പറേറ്റ് ഓഫീസുകളൊക്കെ ഗ്രേറ്റർ നോയിഡയിലുണ്ട്. വളർന്നു വരുന്ന വലിയൊരു എന്താ പറയുക ബിസിനസ് സിറ്റി ആയിട്ട് തന്നെയായിട്ട് മാറുന്നതാണ് ഗ്രേറ്റർ നോയിഡ. ഞങ്ങൾക്കുണ്ടല്ലോ ഗ്രേറ്റർ നോയിഡയിൽ പോയിട്ട് പകർത്തണമെന്ന് വലിയായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ അറിയാലോ, സമയം 7-8 മണിയോട് അടുത്തു. അത് മാത്രമല്ല എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ കവർ ചെയ്യുവാണെങ്കിൽ ഒരുപാട് വലിയ ലെങ്തി വീഡിയോ. അതായത് ഈ ലെങ്തി വീഡിയോ മാത്രമല്ല വരും. നമ്മളുണ്ടല്ലോ ന്യൂഡൽഹിയിൽ നിന്ന് ഈ പറഞ്ഞ നോയിഡന്റെ കാഴ്ചകൾ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉത്തർപ്രദേശിന്റെ ഈ ഭാഗമൊക്കെ വരുന്നത്. അതായത് ഞങ്ങൾ 2 മണിക്ക് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയത്. 2 മണിയായിപ്പോ 3, 4, 5, 6, 7 5.5 മണിക്കൂറിന് മേലെ ഇപ്പൊ തന്നെ ഇവിടെ നടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയ രീതിയിൽ മെട്രോ ഉള്ളതുകൊണ്ട് ഓക്കെയാണ്. പിന്നെ കുറച്ചൊക്കെ നടന്നു, അതുകൊണ്ടാണ് ഈ വേർത്തത്. ഇവിടെ നല്ല ചൂടാണ്. പിന്നെ അതുപോലെ ഉണ്ടല്ലോ ഞങ്ങളുടെ പ്ലാനിൽ ഒരു ഗോർ സിറ്റി എന്ന് പറഞ്ഞിട്ട് GAUR, നല്ല അടിപൊളിയായിട്ട് മോഡേൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങോട്ടേക്ക് മെട്രോ ഇല്ല, 6 കിലോമീറ്റർ ഓട്ടൊക്കെയാണ് പോകാൻ പ്ലാൻ ഉണ്ടായത്. അതെ, അല്ല പേടിക്കണ്ട, നമുക്ക് തീർച്ചയായും ഒന്നും കൂടെ എന്തായാലും നോയിഡയുടെ കാഴ്ചകളിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ പറഞ്ഞാൽ നമ്മൾ ഗ്രേറ്റർ നോയിഡയില്ലേ, അവിടെ ഒരുപാട് വണ്ടികൾ ഇവിടെ പോയാലേ നമ്മൾ പറഞ്ഞ് കേൾക്കുള്ളൂ. ഒരുപാട് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പോയിട്ടുണ്ടാവല്ലോ, അതുപോലത്തെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അടുത്ത തവണ വരുമ്പോൾ നമുക്ക് വീണ്ടും അത് കാണാം. അപ്പൊ നോയിഡയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പരിപാടിയുമായിട്ട് ബൈ.